UK എന്ന് പറയുന്ന സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഇത്രത്തോളം അട്രാക്റ്റീവായിട്ട് മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിനും ഡിപ്പെൻഡൻസിനും സ്റ്റുഡൻറ്റിനോടൊപ്പം യാത്ര ചെയ്ത് UK പോകാനും സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ജോബും സ്പൗസിന് ഫുൾ ടൈം ജോബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിരുന്നത് UK ആസ് ദ മേജർ ഡെസ്റ്റിനേഷൻ ഫോർ സ്റ്റഡി. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പോകുന്നവർക്ക് ഈ പറയുന്ന ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. UK സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന 3 തരം പ്രോഗ്രാംസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് എന്ന് പറയുന്ന MREs പ്രോഗ്രാമിന് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം MPhil. പിന്നെ PhD ഈസ് ഓൾവേസ് അലോങ് വിത്ത് ഫാമിലിയാണ് ആൾക്കാർ പോകുന്നത്. കാരണം കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്, അവർക്ക് നാട്ടിലേക്ക് വന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾക്കും ഇന്നും UK സ്പൗസിനെ കൊണ്ടുപോയി അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? 20 hours ആണോ? സ്പൗസിന് ഓൾവേസ് UK എത്തിക്കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്ക് പെർമിറ്റ് ആണ്. അതായത് ഫുൾ ടൈം വർക്ക് പെർമിറ്റ് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളിലും 40 hours പെർ വീക്കാണ്. സ്പൗസിന് 40 hours പെർ വീക്കും സ്റ്റുഡൻറ്റിന് 20 hours പെർ വീക്കാണ് വർക്ക് എലിജിബിലിറ്റി ഉള്ളത്. അങ്ങനെ MREസിന് പോകുന്നവർക്ക്, PhDക്ക് പോകുന്നവർക്ക് സ്പൗസിനെ കൊണ്ടുപോകാം. ഒപ്പം 1.5 വർഷത്തെ സ്റ്റേ ബാക്കും കൂടെ ഉണ്ട്. ജോലി ഒരു എംപ്ലോയർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് PR നേടാൻ പറ്റും.